വേടന്റെ പുലിപ്പല്ല് എവിടെ എന്ന ചോദ്യം ഉയരുകയാണ്. ഒരാഴ്ചക്കകം പരിശോധനാ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞവർ പുലിപ്പല്ല് പരിശോധനയ്ക്ക് അയച്ചോ? ഇല്ല. ഇപ്പോൾ പുലിപ്പല്ല് എവിടെയാണ് എന്ന് പോലും ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. പുലിപ്പല്ല് ഒറിജിനലാണെന്നും അതിന് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നും സ്ഥിരീകരിച്ചത് കേരളത്തിലെ വനം വകുപ്പാണ്. വനം മന്ത്രിയും ഇക്കാര്യം സമ്മതിച്ചു. വേടന്റെ അമ്മയ്ക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നും വനം വകുപ്പ് പരസ്യമായി പറഞ്ഞു. പല്ലിന്റെ പരിശോധന കൊൽക്കത്തയിൽ വെച്ച് നടത്തുമെന്നും അവർ ഉറപ്പു നൽകി. എന്നാൽ പരിശോധനയ്ക്ക് അയച്ച പല്ല് ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. ഇതിന് പിന്നാലെ വേടൻ ബലാത്സംഗ കേസിൽ പ്രതിയായി. ഹൈക്കോടതി ഇടപെട്ടു. എന്നിട്ടും വേടനോടുള്ള ആദരസൂചകമായി സർക്കാർ പരിപാടിയിൽ അതിഥിയാക്കി. ഇതാണ് സർക്കാരിന്റെ വേടൻ സ്നേഹം. വേടനെ കൊന്നു തിന്നു കളയുമെന്ന് പറഞ്ഞ വനം മന്ത്രി AK ശശീന്ദ്രൻ പോലും ഇന്ന് രംഗത്തില്ല. കാരണം CPM വേടനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിവാദ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് വേണ്ടി വീണ്ടും സർക്കാർ വേദിയൊരുക്കി. ഓണത്തോടനുബന്ധിച്ച് കോന്നിയിൽ നടന്ന കരിയാട്ടം എന്ന ഫെസ്റ്റിൽ ഇന്നലെ വൈകിട്ട് 7:30 വേടന്റെ ഷോ നടന്നത്. കോന്നി MLA KU ജിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഏതാനും വർഷമായി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കഞ്ചാവ് കേസിൽ കുടുങ്ങിയതോടെ സർക്കാരിന്റെ പരിപാടികളിൽ നിന്ന് വേടനെ ഒഴിവാക്കിയിരുന്നു. പിന്നീടാണ് ഒന്നിനു പിറകെ ഒന്നായി പീഡന പരാതികളുമായി സ്ത്രീകൾ രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് ഒളിവിലായിരുന്ന വേടൻ മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷം ആദ്യമായാണ് പൊതുവേദിയിൽ എത്തുന്നത്. ഒരാഴ്ചയായി നടക്കുന്ന ഫെസ്റ്റ് ഇന്നലെ സമാപിച്ചു. പരിപാടി പ്രഖ്യാപിച്ചതോടുകൂടി സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ പോലീസും ആശങ്കയിലായി. കോന്നി പ്രധാന കവലയിൽ നിർദ്ദിഷ്ട KSRTC ഡിപ്പോ ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത്. 25,000 പേരെ മാത്രം ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാനാണ് MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. ആരാണ് വേടൻ? ലോട്ടറി കച്ചവടക്കാരനാണ് അച്ഛൻ, അമ്മ ശ്രീലങ്കക്കാരി. ഈ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി തൃശൂരിലാണ് ജനനം. ഇപ്പോഴും താമസിക്കുന്നത് വാടക വീട്ടിലാണ്. 30-കാരനായ ഹിരൺദാസ് മുരളി എന്ന വേടന്റെ കഥ ഇങ്ങനെയാണ്. ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ഇളക്കി മറിയുമ്പോൾ വേദിയിലടക്കുന്ന കൊച്ചുപയ്യൻ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ്. പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശും എത്തിയപ്പോൾ വേടൻ വഴിതെറ്റിപ്പോയി എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം താമസിക്കുന്നത് തൃശൂരിലെ വാടക വീട്ടിലാണെന്ന സത്യം ആരാധകർ തിരിച്ചറിഞ്ഞത് ഞെട്ടലോടെയാണ്. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്നു വന്ന വേടൻ ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പങ്കിട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ്. 25-ാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായതോടുകൂടിയാണ് വേടന്റെ ജീവിതം മാറിമറിഞ്ഞത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. മുരളിക്കും ഭാര്യയ്ക്കും 3 മക്കളാണ് ജനിച്ചത്. മൂത്തവൻ ഹരിദാസ് മുരളി, രണ്ടാമത്തെ മകനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ, മൂന്നാമത്തെ ഒരു പെൺകുട്ടിയാണ്. ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ. കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത്. അങ്ങനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ എന്നത്. വളർന്നപ്പോൾ ആ പേര് തന്നെ സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു. അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു. സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിന്റെ പുതിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. കുട്ടിക്കാലം മുതൽക്കേ വാടക വീട്ടിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. ഭാര്യ പണ്ടേ അസുഖക്കാരിയായിരുന്നു. വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടയിലാണ് മുരളിയും കുടുംബവും ഈ മുളങ്കുന്ന് കാവിലെ വാടക വീട്ടിലേക്ക് എത്തിയത്. അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു. മകൻ ഉയർച്ചകളിലേക്ക് പോകവെയാണ് ഈ മുളങ്കുന്നുകാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തിയത്. 2 വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത്. അതിനിടയിലാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും. പിന്നാലെ വേടന്റെ ചേട്ടന്റെ വിവാഹവും നടന്നു. എല്ലാവർക്കും കൂടി ആ വീട്ടിൽ താമസിക്കുക എന്നത് ബുദ്ധിമുട്ടായതോടുകൂടിയാണ് അതിന് തന്നെ അടുത്തുള്ള ഒരു വില്ല പ്രോജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്ക് എടുക്കുന്നത്. ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്തായതിനാൽ തന്നെ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ഭാര്യയും അനുജത്തിയും ഒക്കെയാണ്. എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം ഈ കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട്. നായ്ക്കളെ ഏറെ സ്നേഹിക്കുന്ന വേടനൊപ്പം പണ്ട് മുതൽക്കേ ഉള്ള വളർത്തുനായാണ് ബുദ്ധൻ. കുട്ടികളെയും നായകളെയും ഏറെ സ്നേഹിക്കുന്ന വേടൻ അവരെല്ലാം പ്രാണനാണ്. തന്റെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായ്ക്കളെക്കുറിച്ചുമുള്ള പോസ്റ്റുകളാണ് വേടൻ പങ്കുവെക്കുന്നതിലേറെയും.
റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. തീപിടിക്കുന്ന സംഗീതവുമായി യുവത്വം ആഘോഷിച്ച വേടൻ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടയിൽ രാസലഹരിക്കെതിരെ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയായി. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. 9.5 ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വേടനെയും ഫ്ളാറ്റിൽ ഒപ്പമുണ്ടായിരുന്നവരെയും ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പരിപാടി ബുക്ക് ചെയ്തതിന് ലഭിച്ച തുകയാണ് പണമെന്ന് വേടൻ വ്യക്തമാക്കി. വേടനും റാപ്പർ ടീമിലെ സംഘാംഗങ്ങളും പരിശീലിക്കാൻ ഒത്തുകൂടുന്ന ഫ്ളാറ്റിലാണ് പരിശോധന നടന്നത്. രാവിലെ പോലീസ് എത്തുമ്പോൾ 9 പേരും വിശ്രമിക്കുകയായിരുന്നു. പിടിയിലായവരെല്ലാവരും വേടന്റെ റാപ്പ് ടീമിൽ ഉൾപ്പെട്ടവരാണ്. വേടൻ അടക്കം എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന കാര്യമടക്കം ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. ഇടുക്കിയിലെ സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ നിന്ന് വേടനെ ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു ഇയാൾ. തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത്. തിയേറ്ററുകളിൽ നിറഞ്ഞതോടുകൂടി ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിന് പിന്നാലെയാണ് കേരളത്തിന്റെ യുവത്വത്തിനെ കാർന്നു തിന്നുന്ന ലഹരി കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി അറസ്റ്റിലാകുന്നത്. വേടന്റെ പരിപാടി കാണാൻ നിശാഗന്ധിയിൽ തടിച്ചുകൂടിയ യുവാക്കൾ അന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാകിയിരുന്ന ഓട് വരെ തകർത്തെറിഞ്ഞിരുന്നു. ഓടിന് മുകളിൽ കയറി പരിപാടി കാണാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണം. വേദിയിലെ പല കസേരകളും തള്ളിക്കയറ്റത്തിൽ തകർന്നു. ഓടിന് മുകളിൽ കയറി നിന്നവരോട് മുകളിൽ നിന്ന് ഇറങ്ങണമെന്ന് പരിപാടി നിർത്തിവെച്ചാണ് വേടൻ ആവശ്യപ്പെട്ടത്. നിശാഗന്ധി ഓഡിറ്റോറിയം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന തകര ഷീറ്റുകൾ പൊളിക്കാനുള്ള ശ്രമവും വേടന്റെ ആരാധകർ നടത്തിയിരുന്നു. ഇതിനിടെ പലരും താഴെ വീണു. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി വേടനെ കാണാൻ അവിടെ എത്തി പെട്ടുപോയ മുതിർന്നവരും ഉണ്ടായിരുന്നു. ഉൾക്കൊള്ളാവുന്നതിലും അധികം ആൾക്കാരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റിയതിന് യാതൊരു മുന്നൊരുക്കവും നടത്താത്തതിനും സർക്കാരും അന്ന് പഴികേട്ടിരുന്നു. വേടന്റെ വരികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധമാണ് ഉള്ളത്. ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വാ അടപ്പിക്കുന്ന ശരീരഭാഷയും പുതുഭാവനയും കാലവും തേടുന്ന ആൾക്കൂട്ടം. വേടൻ ഓളമായി. റാപ്പിന്റെ പൊട്ടാത്ത റോപ്പുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിച്ചതിലൂടെ മീറ്റു വിവാദത്തിലും കുടുങ്ങി. മാപ്പ് പറഞ്ഞ തടിയൂരി യാത്ര തുടർന്നു. പോരാടാൻ കരുത്തു നേടാൻ അടിസ്ഥാന വർഗത്തോട് ആവശ്യപ്പെട്ട് വാ എന്ന റാപ്പിലൂടെ. എമ്പുരാൻ വിവാദമായപ്പോൾ വായടച്ചവരോട് ഇഡിക്കെതിരെ വേടൻ നിർഭയനായി. സിൻഡിക്കേറ്റ് ലഹരി മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമാകുമെന്ന് വേടൻ പറഞ്ഞു. ആരാധക ബാഹുല്യത്താൽ വേടന്റെ പരിപാടികൾ പാതി വഴിയിൽ നിർത്തുന്നത് സമീപകാലത്ത് പതിവായിരുന്നു. ലഹരി ഉപയോഗത്തിൽ വലയിലായതോടുകൂടി റാപ്പിലൂടെ വേടൻ പാടിയതിന്റെ നേരും പതിരും തിരിയുകയാണ് ആരാധകർ. കഞ്ചാവുമായി പിടിയിലായ റാപ്പർ വേടന് കുരുക്കായി മാറിയത് കഴുത്തിലണിഞ്ഞ മാലയും.